അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ഇങ്ങനെ പോകുന്നു. നല്ല മഴയാണോ? എന്താണ് അവസ്ഥ? അൽഹംദുലില്ലാ സുഖാണ്. മഴയൊന്നുമില്ല. കുറെ ദിവസമായി വെയില് മാത്രം. ആണോ? 4 ദിവസമായി നല്ല വെയില ഇപ്പൊ. ശരി. ഓക്കെ, അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? കൂടുതൽ എത്തിക്കാണെന്നില്ല, കുഴപ്പമില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡേയിൽ എന്തായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായത്? ഓർമ്മയിലുണ്ടോ? നമ്മളുടെ സെൽഫിനെ തേടിയിട്ടുള്ള യാത്രയിലാണ് അല്ലെ നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ ഹൃദയവുമായിട്ട് നാമുമായിട്ട് എത്ര അടുത്താണോ എത്ര അകലത്തിലാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ചെറിയൊരു അവയർനെസ് അത്ര മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ? അൽഹംദുലില്ലാ. നമ്മളതൊന്ന് നോക്കിയ സമയത്ത് നാമുമായിട്ട് എത്ര ദൂരത്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലെ? നമ്മളെന്ന് പറയുന്നത് നാമുമായിട്ട് എത്ര ദൂരത്തിലാണ് എന്നുള്ളത്. എത്രയോ അകലെയാണ് അല്ലെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടാവുന്ന ഓരോ ചിന്തയും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഹൃദയം ഇവിടെ നമ്മുടെ ഈ ഒരു കൈ വെച്ചാൽ നമുക്ക് ആ ഒരു മിടിപ്പ് അറിയുന്നുണ്ടെങ്കിൽ പോലും ആ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ, ആ ചിന്തകളുടെ പുറകിലൂടെ പോകുന്ന സമയത്ത് നാമും നമ്മുടെ ചിന്തയും തമ്മിലുള്ള ഒരു ദൈർഘ്യം, ഒരു ദൂരം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെറിയ രീതിയിൽ അൽഹംദുലില്ലാ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ? നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ മനസ്സിലാക്കൽ എവിടെയും എത്തില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കറിയാം, റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തിയിലും നോക്കപ്പെടുക എന്നുള്ളത് ആ മനുഷ്യന്റെ ബാഹ്യമായ ശരീരത്തിലേക്കോ ബാഹ്യമായ സൗന്ദര്യത്തിലേക്കോ അല്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ? അപ്പോൾ നമ്മളുടെ ബാഹ്യമായി കാണുന്ന സൗന്ദര്യത്തിലേക്കോ ബാഹ്യമായിരിക്കുന്ന ഏതിലേക്കോ അല്ല റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ഒരു ഇബാദത്ത് പോലും പറയുകയാണെങ്കിൽ, നാം നിസ്കരിക്കുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, ഞാൻ സക്കാത്ത് കൊടുക്കുന്നു, ഞാൻ പാവങ്ങൾ സഹായിക്കുന്നു, അങ്ങനെ നമ്മൾ ഓരോ വിഷയങ്ങൾ നോക്കുകയാണെങ്കിലും, നമ്മൾ ഹജ്ജ് ചെയ്യുന്നു, അങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മൾക്ക് ഇസ്ലാമിന്റെ തൂണാണെന്ന് കൽപ്പിച്ചിരിക്കുന്ന നിസ്കാരം പോലും, അതല്ലെങ്കിൽ നമുക്ക് ഇസ്ലാം കാര്യമായി പറഞ്ഞ 5 ഫില്ലേഴ്സ് അല്ലെ, നമ്മുടെ ആ ഒരു 5 ഇസ്ലാം കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇതൊക്കെ നമുക്ക് ഒരു മെറ്റീരിയലായിട്ട് നമുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളാണ് അല്ലെ? പക്ഷെ ഈ മെറ്റീരിയലായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമ്മൾ അതിലുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അള്ളാ ചെറിയ രീതിയിൽ നമുക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഓരോ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ട് പോകും. അപ്പൊ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ബാഹ്യമായി കാണുന്ന ഒരു സൗന്ദര്യത്തിലേക്കും അല്ല അള്ളാഹു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളത്. നമ്മുടെ ആന്തരികമായ ഈ ആന്തരികത്തിലേക്ക് നോക്കുന്നു എന്ന് പറയുന്ന സമയത്ത്, നമ്മുടെ ആന്തരിക അവയവമായ എത്രയോ ഓർഗൻസ് ഉണ്ടല്ലേ നമുക്ക്. ഈ ആന്തരിക അവയവത്തിലുള്ള എല്ലാ ഓർഗൻസിലേക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നോക്കുന്നുണ്ട്. അത് ഏത് നോട്ടമാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭംഗിയോടെ സൗന്ദര്യത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നുള്ളത് നമ്മുടെ കിഡ്നിയെയോ ലിവറിനെയോ ആമാശയത്തെയോ ഒന്നുമല്ലല്ലോ. അതല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തിനെയാണോ? നമ്മൾ നിരന്തരം മുടങ്ങാതെ എടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ പറയപ്പെടുന്ന ആ ഒരു ബ്രീത്തിനെ എടുക്കുന്ന നമ്മുടെ ആ ഒരു ശ്വാസകോശത്തിലേക്ക് പോലും അല്ലല്ലേ. അതേസമയം റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടത്തേക്കാണ്? നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാൻ വേണ്ടി പറ്റും അല്ലെ? ഒരു വ്യക്തിയോട് ഒരു വ്യക്തി നന്നാവണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം നന്നാവണം എന്നുള്ളതും, മോശമാവണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം മോശമായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടതാണ് അല്ലെ? ഒരുപാട് മതപ്രഭാഷണങ്ങളിലൂടെയോ അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലൂടെയും നമ്മൾ കേട്ട സംഭവമാണ് അല്ലെ? അങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാക്കുക. ഹൃദയശുദ്ധി ഉണ്ടായാൽ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ട് നമുക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. പണ്ടൊരിക്കൽ
പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ അവരുടെ ഒരു ശിഷ്യനോട് പറഞ്ഞത്രേ, ഒരു ആടിനെ അറുത്തുകൊണ്ട് അതിന്റെ ഏറ്റവും നല്ല ഒരു അവയവം, ഏറ്റവും നല്ലൊരു അവയവം നമുക്ക് ഭക്ഷണമാക്കി കൊണ്ടുതരണം എന്നുള്ളത്. അപ്പം ആ സമയത്ത് അവിടെ കൊണ്ടുവന്നപ്പെട്ടത് ആ ആടിന്റെ ഹൃദയമാണ്. സെക്കൻഡ് വൺ പറയണ്ടായി, ഇനി അതിന്റെ ഏറ്റവും മോശമായ ഒരു ഭാഗം കൊണ്ടുവരാൻ. അപ്പോഴും കൊണ്ടുകൊടുത്തത് സെയിമാണ്. രണ്ട് സമയത്തും ഒരേ അവയവം തന്നെ ഗുഡിലും ബാഡിലും ചോദിച്ചപ്പോ ഒരേ അവയവം കൊണ്ടു കൊടുത്തപ്പോ ആ പണ്ഡിതൻ ചോദിച്ചത്രേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തരാനുണ്ടായ കാരണം എന്ന്. അപ്പോഴാണ് പറഞ്ഞത്, അവിടെ ഒരു വ്യക്തി നന്നാവുക എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയമാണ് ഏറ്റവും നന്നായിരിക്കുക. ഒരു വ്യക്തി മോശമാവുക എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയമാണ് ഏറ്റവും മോശമായിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത്, ഹൃദയം ശുദ്ധിയായാൽ മാത്രമേ നമുക്ക് എവിടത്തേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ, നമ്മളുടെ ട്രൂ സെൽഫിനെ നമ്മൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ ട്രൂ സെൽഫിനെ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമായിരിക്കും നമുക്ക് നമ്മളുടെ ക്രിയേറ്ററിലേക്ക്, നമ്മുടെ റബ്ബിലേക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും എന്നറിയോ, നമ്മൾക്ക് പ്രതിസന്ധികൾ വരും അല്ലെ, പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. പല രീതിയിലായിരിക്കും നമ്മൾക്ക് വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളിലേക്ക് വരുന്ന സമയത്ത് എല്ലാം നമ്മൾ കാരണം ആയിരിക്കില്ല. ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളൊരു സോഷ്യലായി ജീവിക്കുന്നവരാണ് അല്ലെ. അങ്ങനെ നമ്മൾ സോഷ്യലായി ജീവിക്കുമ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്നും നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് നാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന സമയത്ത് നമ്മൾ അവരെയൊക്കെ കുറ്റപ്പെടുത്തും അല്ലെ. അവരെന്താണ് ഇങ്ങനെ, ചിലപ്പം നമ്മൾ ആ സമയത്തുള്ള ഭരണാധികാരികളെ ആയിരിക്കും കുറ്റപ്പെടുത്തുക, അതല്ലെങ്കിൽ നിയമത്തിന്റെ കീഴിലുള്ളവരായിരിക്കും നമ്മൾ കുറ്റപ്പെടുത്തുക അല്ലെ. കാരണം നിയമം കൊണ്ടുവരേണ്ട, നിയമം നടപ്പിലാക്കേണ്ട വ്യക്തികൾ നമ്മൾക്ക് തെറ്റായ രീതിയിൽ, നമുക്ക് ഉപയോഗപ്പെടാത്ത രീതിയിൽ, നമ്മൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്ന സമയത്തും നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. ഇനി അവരെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, നമ്മൾ സ്വയം എന്താവുകയാണ്, നാം ഫുള്ള് അങ്ങനത്തെ എനർജി പോയിക്കൊണ്ട് ഇപ്പൊ ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുക, ഇതിപ്പോ ഇങ്ങനെ ആയാലും എന്തായിരിക്കും കാഴ്ചപ്പാട് എന്നുള്ള രീതിയിൽ നാം സ്വയം നമ്മൾ ഗിൽട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്വയം ഗിൽട്ടിലേക്ക് പോകുന്നതിനും പകരം ഇവിടെ ഒരു ഭരണാധികാരി ആയിക്കോട്ടെ, നിയമത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, ഏത് വ്യക്തികളാണെങ്കിൽ പോലും അവരെ കൊണ്ട് ഈ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതും അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും ആരാണോ എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ തളരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും ആ പ്രതിസന്ധികളെ എല്ലാം ഓവർകം ചെയ്യാനും ആ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനും കഴിവുള്ളവനാണ് നമ്മളുടെ റബ്ബ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ പഠിച്ചവൻ എന്ന് പറയുന്നത് നമ്മളെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അത്രയും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത്രയും താല്പര്യത്തോടു കൂടി നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുന്നത്. നമ്മുടെ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്തി കഴിയുന്നില്ല. ഓരോ സെക്കൻഡുകളും നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇന്നലെ രക്ഷപ്പെടുത്തിയെന്നോ, മിനിയാന്ന് രക്ഷപ്പെടുത്തിയെന്നോ, കഴിഞ്ഞ വർഷം രക്ഷപ്പെടുത്തിയെന്നോ, അല്ലെങ്കിൽ നാളെ രക്ഷപ്പെടുത്തും എന്നോ അല്ല. ഓരോ സെക്കൻഡുകളിലും നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകളിലും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട്. അങ്ങനെ ഓരോ സെക്കൻഡുകളിലും നമ്മളെ പുതുതായി ജീവിപ്പിച്ചുകൊണ്ട്, പുതുതായി നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ട്, പുതുതായി നമ്മൾക്കൊരു കംഫർട്ട് നൽകിക്കൊണ്ട് നമ്മളെ ഗൈഡഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ ക്രിയേറ്റർ. അപ്പൊ ആ രീതിയിൽ അൽഹംദുലില്ലാ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ഏത് പ്രതിസന്ധികളായിക്കോട്ടെ, ഏത് പ്രയാസമായിക്കോട്ടെ, പിന്നെ നമുക്ക് അവിടെ തളരേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നമ്മളവിടെ തളരേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാൻ വേണ്ടി പറ്റും ഇതാരാണോ ഇവിടെ കൊണ്ടുവന്നത്, ആ കൊണ്ടുവന്നവൻ തന്നെ അതിനുള്ള പരിഹാരവും കണ്ടെത്തും എന്നുള്ളത്. ഈ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മറഞ്ഞിരിക്കുന്ന ഒരു വെളിച്ചമായിരുന്നു,
അത് ശക്തിയായിരുന്നു. അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെയും സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് അല്ലെ. അങ്ങനെ ഈ ഭൂമിയെയും സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിൽ ഓരോന്നിനെയും സൃഷ്ടിക്കപ്പെട്ടിട്ട് അവസാനം മനുഷ്യനെയും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നല്ലതില്. അപ്പൊ ഇവിടെ ഈ മനുഷ്യനെയും സൃഷ്ടിക്കപ്പെട്ട സമയത്ത് മനുഷ്യനിലൂടെയാണ് നമ്മൾ എന്താവാൻ വേണ്ടി തുടങ്ങിയത്, അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ അറിയാൻ വേണ്ടി തുടങ്ങിയത് അല്ലെ. അതേസമയം മനുഷ്യനിക്ക് മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത്. അതേസമയം അതും ഈ മനുഷ്യനിക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവെന്ന് പറയാനുള്ളത് എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത്, നാം മനുഷ്യനായി, നാം ഒരു കുഞ്ഞായി നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ലല്ലോ, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അവിടെ നിന്ന് നാം ഒരു കുഞ്ഞായി പുറത്തു വന്നു. ആ കുഞ്ഞായി നമ്മൾ പുറത്തു വന്നിട്ട് നമ്മൾ ആ കുഞ്ഞായി ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് എന്തില്ല, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല നമുക്കല്ലേ. അപ്പോഴും നമുക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. പിന്നെ നമ്മൾ പ്രായപൂർത്തിയെത്തി പക്വത എത്തിയപ്പോഴാണ് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയത് അല്ലെ. പ്രായപൂർത്തിയെത്തി ചിന്തിക്കാൻ തുടങ്ങുന്നതിനേക്കാളും കുറച്ച് മുമ്പ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു 4 വയസ്സ് 5 വയസ്സ് ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ചിന്തിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഏജ് എപ്പോഴാണ്, നമുക്ക് ഒരു പ്രായപൂർത്തിയൊക്കെ എത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ ചിന്തിച്ച് കൊണ്ട് തീരുമാനം എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. നമ്മൾ സ്വയം ചിന്തിച്ച് തീരുമാനം എടുക്കാൻ തുടങ്ങിയതിന്റെ ശേഷം നമ്മൾ എത്രമാത്രം അബദ്ധങ്ങളിലാണ് പോയി ചാടുന്നുള്ളത്. അതേസമയം നമ്മൾ സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല, സങ്കടം ഉണ്ടായിട്ടില്ല, ആൻസൈറ്റി ഉണ്ടായിട്ടില്ല, സ്ട്രെസ് ഉണ്ടായിട്ടില്ല. ഉണ്ടോ? നമുക്ക് ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമുക്ക് എപ്പോഴാണോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്, നമുക്ക് പ്രശ്നങ്ങൾ വന്നത് നമ്മുടെ കയ്യിൽ ആയി എല്ലാം എന്ന് നാം കരുതാൻ എപ്പോഴാണോ തുടങ്ങിയത് അത് മുതലാണ്. നാം എൻ്റെ കയ്യിൽ എല്ലാം ആയി എന്ന്, ഞാനാണ് എൻ്റെ ജീവിതം നോക്കുന്നത്, ഞാനാണ് എൻ്റെ എല്ലാ കാര്യവും ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളത് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എന്നാണോ എത്തിയത് അന്ന് മുതലാണ് നമ്മൾ പ്രശ്നത്തിലായത്. അന്ന് മുതലാണ് നാം യഥാർത്ഥത്തിൽ നമ്മളുടെ ട്രൂ സെൽഫുമായി അകലാൻ തുടങ്ങിയത്. അപ്പൊ നമ്മളുടെ ട്രൂ സെൽഫുമായി നമ്മൾ അകലാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പ്രശ്നത്തിലാണ്. അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അവരിതിന് സമ്മതിക്കുമോ, അങ്ങനെ ഓരോ ചിന്തകളാൽ നമ്മൾ പിന്നീട് എന്താവുകയാണ്, ടെൻഷൻ ആവുകയാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ എന്താക്കുകയാണ്, മറ്റുള്ളവരുടെ കയ്യിൽ അങ്ങോട്ട് അടിയറ വെച്ചിരിക്കുക. അങ്ങനെ നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അടിയറവ് വെച്ച് അവര് സന്തോഷിപ്പിച്ചാൽ മാത്രമായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറിയത് മുതലാണ് നമുക്ക് ടെൻഷനും വിഷമവും സങ്കടവും പ്രയാസം ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നതും. നമ്മളെല്ലാം കുഞ്ഞായിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് നാളെയെ കുറിച്ചിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. രാവിലെയാൽ രാത്രി ആവണത് വരെ എന്ത് ചെയ്യും എന്നുള്ള വിഷമം നമുക്കുണ്ടായിരുന്നു? ഇല്ല. നമുക്ക് ആ സമയത്തൊന്നും നമുക്ക് പ്രശ്നമില്ലായിരുന്നു അല്ലെ. നമുക്ക് ആ സമയത്തൊന്നും ഒരു സങ്കടമോ പ്രശ്നമോ പ്രതിസന്ധിയോ ഇല്ല. ഏതുപോലെ ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പക്ഷി, അത്രയധികം കൊടും കാറ്റും തീവ്രമായ മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. മരം ഏത് സമയവും പൊളിഞ്ഞ് താഴെ വീണു പോവും എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ പോലും ആ പക്ഷിക്ക് ടെൻഷൻ ഇല്ല. എന്തുകൊണ്ട് ആ പക്ഷിക്ക് ടെൻഷൻ ഇല്ലാത്തത്? ഈ മരം പൊളിഞ്ഞു വീണാൽ എൻ്റെ കൂടെ നഷ്ടപ്പെടും എന്ന് ആ പക്ഷിക്കറിയാം. പക്ഷെ അപ്പോഴും ആ പക്ഷി വിശ്വസിച്ചിരിക്കുകയാണ് എൻ്റെ ചിറകുകൾക്ക് ഇപ്പോൾ ശക്തിയുണ്ട് എന്നുള്ളതും. ആ മരം പൊളിഞ്ഞു വീണാലും ആ പക്ഷി ആ ചിറകിട്ടടിച്ച് ഓടി രക്ഷപ്പെടും അല്ലെ. അടുത്ത മരത്തിന്റെ മുകളിൽ എവിടെയെങ്കിലും പോയി വീണ്ടും കൂട് കൂട്ടും. അപ്പൊ ആ പക്ഷി ആ ചിറകിൽ വിശ്വസിച്ചിരിക്കുകയാണ്. ആ ചിറക് കൊടുത്ത റബ്ബിൽ വിശ്വസിച്ചിരിക്കുകയാണ്. ആ റബ്ബ് ഇപ്പോൾ പറക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറന്നു വന്ന് അവിടെ ആ ചില്ലകളിൽ മുകളിൽ ഇരിക്കാനോ അവിടെ ഒരു കൂട് കൂട്ടാനോ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും അതിൽ ലഭിക്കും എന്നുള്ള ഒരു കോൺഫിഡന്റോട് കൂടി, ഒരു ധൈര്യത്തോട് കൂടിയിട്ട്, ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് അവിടെ ആ ഒരു പക്ഷി ഇരിക്കുകയാണ്. പക്ഷേ നമ്മളോ, നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ കച്ചവടത്തിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്നത്ര ലാഭം കിട്ടിയിട്ടില്ല, നമുക്ക് ടെൻഷനാണ്. അത് നമുക്ക് ചിലപ്പം ഒരാഴ്ച അങ്ങോട്ട് കണ്ടിന്യൂ ആയാലോ നമുക്ക് കൂടുതൽ ടെൻഷനാണ്.
ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ള ആദ്യമാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നമ്മൾ ടെൻഷൻ എടുക്കാതെ അത് നമ്മളാൽ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യാം. നമ്മളാൽ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ മാറി നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിലേക്കെല്ലാം എത്തിപ്പിച്ച് നൽകും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാം എത്തിപ്പിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ആവശ്യം ആണോ ആവശ്യം ഇല്ലാത്തതാണോ എന്ന് അറിയുന്നത് ആർക്ക് മാത്രമാണ്? റബ്ബിന് മാത്രമാണ് അല്ലെ. അപ്പൊ ആ ഒരു ട്രൂ സെൽഫിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ട്രൂ സെൽഫിനെ എന്നും മനസ്സിലാക്കിക്കൊണ്ട് നാം നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏത് പ്രതിസന്ധികളാണെങ്കിലും പിന്നീട് നമുക്ക് ടെൻഷൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ കയ്യിൽ നാം ആണെന്ന് അഹങ്കരിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നുള്ളത്, എനിക്ക് വിചാരിക്കാണ് ഞാനാണ് എനിക്കുണ്ടാവുന്ന ഓരോ സമ്പത്തും ഉണ്ടാക്കുന്നുള്ളത്. അങ്ങനെ ഞാനാണ് 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 എന്നുള്ള രീതിയിൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു ഈഗോ വരികയാണെങ്കിൽ അന്നു മുതൽ നാം എന്താവുകയാണ്? നമ്മൾ സ്വയം ഇല്ലാതാവുകയാണ്. അന്നു മുതൽ നമ്മൾ സ്വയം ഇല്ലാതാവാണ്. പകരം എനിക്ക് അൽഹംദുലില്ലാ ഓരോന്നും ഓരോന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് ഒരിക്കലും അതെന്റെ കഴിവ് കൊണ്ടല്ല, അതെനിക്ക് എന്റെ ക്രിയേറ്റർ നൽകുന്നതാണ് എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾക്ക് അതിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് ഞാനാണെന്നുള്ള അഹങ്കാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടാലും നമുക്ക് സങ്കടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാനാണെന്ന് അഹങ്കരിക്കുന്ന സമയത്താണ് എന്നിൽ നിന്ന് പലതും നഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് സങ്കടവും പ്രയാസവും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാനാണ് എന്നുള്ള രീതിയിൽ ഞാനല്ല എന്ന് നാം മനസ്സിലാക്കലോട് കൂടിയിട്ട് നമുക്ക് പിന്നെ പ്രശ്നമില്ല എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ കയ്യില് മറ്റുള്ളവർ ആരെങ്കിലും സൂക്ഷിക്കാൻ തന്ന വസ്തുക്കള് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് നല്ല സങ്കടം ഉണ്ടാവും അല്ലെ. കാരണം അതെന്താണ്, അത് നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ളത്. അതേസമയം നമ്മളുടെ സ്വന്തമാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രയാസം ഉണ്ടാവില്ല. കാരണം എന്താണ്, അതിനുള്ള ഉത്തരവാദി ഞാനാണല്ലോ എന്നുള്ളത് കൊണ്ട്. സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ട്രൂ സെൽഫ്, നമ്മുടെ ആത്മാവെന്ന് പറയുന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ഗിഫ്റ്റ് ആണ് അല്ലെ. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ആ ഒരു ഗിഫ്റ്റായ നമ്മുടെ ആത്മാവിനെ ഒരു പോറലും ഏൽപ്പിക്കാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതല്ലേ. കാരണം അത് നമ്മുടേതല്ലല്ലോ. ഞാനെന്ന് പറയുന്നത് എന്റേതല്ലല്ലോ, എന്റെ മക്കളെന്ന് പറയുന്നത് എന്റേതല്ല അല്ലെ. അങ്ങനെ നമ്മൾ ആരും നമ്മളേതല്ല. അപ്പൊ നമ്മളോടേതല്ലാത്ത നമ്മളെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നമ്മുടേതല്ലാത്ത നമ്മുടെ കയ്യിലേക്ക് തന്നവനാരോ അവനിക്കതിനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പോറലും ഏൽക്കാതെ തിരിച്ചു കൊടുക്കണ്ടേ നമുക്ക്. നമ്മുടെ കയ്യിൽ ഒരാൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്ന ഒരു മുതലിനെ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഏതുപോലെയാണോ തിരിച്ചേൽപ്പിക്കുന്നുള്ളത് അതുപോലെ എൻ്റെ ഈ ശരീരത്തിന്റെ അകത്തേക്ക് നിക്ഷേപിക്കപ്പെട്ട ഈ ഒരാത്മാവിനെ, ആ ഒരാത്മാവിനെ തിരിച്ചു വിളിക്കപ്പെടുന്ന സമയത്ത്, തിരിച്ചത് റബ്ബിലേക്ക് പോകുന്ന സമയത്ത്, ആ തിരിച്ച് ക്രിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത്, എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തന്നെ തിരിച്ച് പോകുന്ന സമയത്ത് അല്ലെ, നമുക്കറിയാൻ വേണ്ടി പറ്റും അല്ലെ. എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തന്നെ നമ്മൾ എന്താവുകയാണ്, നമുക്ക് തിരിച്ചു പോവുകയാണ്. അപ്പൊ ആ വന്നിടത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് തന്നവൻ തന്നെ അതിനെ തിരികെ വിളിക്കുന്ന സമയത്ത്, തന്നവനിലേക്ക് അത് തിരികെ കൊടുക്കുന്ന സമയത്ത് അത് ക്ലിയർ ആണോ, ഞാൻ അതിനെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടോ, നന്നായിട്ട് ഞാൻ അതിനെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ, അതിന് പോറൽ വന്നിട്ടുണ്ടോ നമ്മൾ നോക്കേണ്ടേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാഹ്യമായ ശരീരത്തിനെ മൊഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് നാം എത്രമാത്രം പണം ചെലവഴിക്കുന്നുണ്ടാവും അല്ലെ. മേക്കപ്പ് വസ്തുക്കളായിട്ടോ മറ്റു വസ്തുക്കളായിട്ടോ ഒക്കെ നമ്മൾ എത്രമാത്രം പണം ചെലവഴിക്കുന്നുണ്ടാവും അല്ലെ. അങ്ങനെ നമ്മൾ അതിനു വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഹ്യമായ സൗന്ദര്യത്തെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നാം എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, എത്ര പണം അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ സമയവും സമ്പത്തും നമ്മുടെ ബാഹ്യമായ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആന്തരികതയെ, നമ്മുടെ ട്രൂ സെൽഫിനെ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, ആ ഹൃദയം ശുദ്ധിയായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, തന്നവനിലേക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പൂർണ്ണതയിലൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഈ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് 4-ാം മാസത്തിൽ നമ്മളുടെ റൂഹിനെ ഊതപ്പെടുന്ന സമയത്ത് പല ഉത്തരവാദിത്തങ്ങളും നൽകിക്കൊണ്ടാണ്
നമ്മളെ ആ ഗർഭപാത്രത്തിലേക്ക്, ആ ഇരുണ്ട അറയിലേക്ക് നമ്മൾ നിക്ഷേപിക്കപ്പെട്ടത്. ഏതുപോലെ ഒരു കുഞ്ഞു വിത്ത് മണ്ണിനടിയിൽ കുഴിച്ചു വിടുമ്പോൾ ആ കുഞ്ഞു വിത്ത് ആ മണ്ണിനടിയിൽ ആ വിത്തിനെ കുഴിച്ചിടുന്ന സമയത്ത് ആ വിത്തിനറിയില്ല എന്നെ എന്തിനാണ് ഈ മണ്ണിനടിയിൽ കുഴിച്ചിടുന്നുള്ളത് എന്ന്. ആ ഇരുണ്ടറയിലേക്ക് ആ വിത്തിനെ കുഴിച്ചിടുന്ന സമയത്ത് ആ വിത്തിന് എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ടാവും അല്ലെ? ആ വിത്ത് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. എന്നെ ഖബറടക്കുകയാണല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ഇപ്പൊ മൂടപ്പെടുന്നുള്ളത് എന്ന് വിചാരിച്ച് ആ വിത്ത് സങ്കടപ്പെടുകയാണ്. എന്നാൽ ആ വിത്തിനെ നമ്മൾ കുഴിച്ചിടുകയും അതിന്റെ പ്രതലത്തിൽ ആ മണ്ണിന്റെ മുകളിലേക്ക് നമ്മൾ നിരന്തരം ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ വിത്ത് അവിടെ നിന്നും പൊട്ടി പുറപ്പെട്ടു വരികയാണ് അല്ലെ? നമുക്കറിയാം, ആ ഒരു സീഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നോർമൽ പല്ലുകൊണ്ടോ അതല്ലെങ്കിൽ ഒന്ന് കുത്തി പൊട്ടിച്ചാൽ പോലും പൊട്ടാത്ത അത്തരത്തിലുള്ള സീഡ്സിനെ, ആ സീഡുകള് ഈ മണ്ണിന്റെ അകത്ത് കുഴിച്ചിടുന്ന സമയത്ത് ആ മണ്ണിന്റെ അകത്ത് നിന്നും അതൊരു പാകപ്പെടലുണ്ട് അല്ലെ? ആ മണ്ണിന്റെ അകത്ത് നിന്നും അതൊന്ന് പാകപ്പെട്ടിട്ട് ആ കുഞ്ഞു വിത്ത് പുറത്ത് വരുന്ന ആ ഒരു കുഞ്ഞു നാമ്പില്ലേ, അത് എത്രമാത്രം സ്മൂത്താണ്. എന്തേലും ഷാർപ്പായിട്ടാണോ ഏതെങ്കിലും ഒരു ചെടി വളർന്നു വരുന്നത്? എത്രയോ വൻ വൃക്ഷമാവേണ്ട ചെടിയാണെങ്കിൽ പോലും അത് ആദ്യമായി അതിന്റെ ആ ഒരു സീഡിന്റെ അകത്ത് നിന്നും പൊട്ടി പുറപ്പെട്ടു വരുന്ന ആ ഒരു കുഞ്ഞു നാമ്പെന്ന് പറയുന്നത് എത്രമാത്രം ലോലമാണ് അല്ലെ? കുഞ്ഞു ലോലമാണ്. അത്രയും ലോലമായ ആ ഒരു നാമ്പ്, അത്രയും നമ്മൾക്ക് പല്ലുകൊണ്ട് കടിച്ചാൽ പൊട്ടിക്കാത്ത, മുട്ടിക്കൊണ്ട് കുത്തിയാൽ പൊട്ടിക്കാൻ പറ്റാത്ത ആ ഒരു നാമ്പിനകത്ത്, ആ ഒരു സീഡിനകത്ത് നിന്നും ആ ഒരു നാമ്പ്, ഇത്രയും സ്മൂത്തായ നാമ്പ് ഇത്രയും എളുപ്പത്തിൽ പൊട്ടി വരുന്നുണ്ടെങ്കിൽ അതാർക്ക് മാത്രമേ കഴിയുള്ളൂ? അതിന് കഴിവുള്ളവർ ആദ്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ റബ്ബ് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ ആ ഒരവസ്ഥയിൽ ആ മണ്ണിനകത്ത് കുഴിച്ചിട്ട ആ ഒരു വിത്ത് അതിന്റെ ആ ഒരു കുഞ്ഞു നാമ്പായി ഇങ്ങനെ പൊട്ടി പുറപ്പെട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിന് അറിയാൻ വേണ്ടി പറ്റുന്നില്ല ഞാൻ എന്താവാനാണെന്നുള്ളത്. ഞാനൊരു കുഞ്ഞാണെന്നുള്ളത് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ പിന്നീട് അതേ സീഡിൽ നിന്നും ഇതേ കുഞ്ഞു നാമ്പ് വഴി പുറപ്പെട്ട ആ ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞു ചെടി വളർന്ന് 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 വലുതായി വരികയാണ് അല്ലെ? പിന്നീട് ഒരു വൻ വൃക്ഷമായി പന്തലിക്കുകയാണ്. അതൊരു വൻ വൃക്ഷമായി പന്തലിച്ച് കഴിയുന്ന സമയത്ത് അതിൽ ഒരുപാട് പക്ഷികൾ കൂടുകൂട്ടുന്നുണ്ട് അല്ലെ? ഒരുപാട് പക്ഷികൾക്ക് അതിൽ നിന്ന് കായ്കനികൾ ഭക്ഷിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ടല്ലേ? അതുപോലെ നമുക്കും അതിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് തണലിന് വേണ്ടിയിട്ട് നമ്മൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ വൃക്ഷം പടർന്ന് പന്തലിച്ചാൽ പക്ഷികൾക്കോ മനുഷ്യർക്കോ തണലും താങ്ങും തണലുമായി മാറുകയാണല്ലേ? പക്ഷേ എന്നാലും ആ വൃക്ഷം എന്താവുന്നില്ല, അതിന്റെ റൂട്ടിൽ നിന്നും അതന്ന് കുഞ്ഞായപ്പോ എവിടെയാണോ അതിനെ ആ മണ്ണിലേക്ക് കുഴിച്ചിട്ടത് ആ റൂട്ടിൽ നിന്നും അത് വിടവാങ്ങുന്നില്ല എന്നുള്ളതാണ്. ആ റൂട്ട് അത് കട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വളർന്ന് പന്തലിച്ച് ഇവിടെ ഞാൻ ഒരു വലിയ വൃക്ഷമായി മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിന്റെ റൂട്ട് എവിടെയാണ് കിടക്കുന്നുള്ളത്? മണ്ണിനടിയിലാണ് കിടക്കുന്നുള്ളത്. ആ ആരംഭത്തെ, ആ തുടക്കത്തെ, ആ കുഞ്ഞു നാമ്പ് പുറപ്പെടുവിച്ച ആ ഒരു സ്ഥലത്തെ ആ മണ്ണിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ മണ്ണിൽ നിന്നും വേണ്ട എനർജിയും വെള്ളവും എല്ലാം വലിച്ചെടുത്തുകൊണ്ട് ആ മരം ഇന്നും നിലനിൽക്കുകയാണ്. ആ മരത്തിന്റെ വേരിന്, ആ മരത്തിന്റെ റൂട്ടിന് ഒരു ഛേദം സംഭവിക്കുകയാണെങ്കിൽ, ആ റൂട്ടൊന്ന് കട്ടാക്കുകയാണെങ്കിൽ പിന്നീട് ആ മരം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ മരം എത്രമാത്രം വലുതായി കഴിഞ്ഞാലും എന്താവുന്നില്ല, റൂട്ടിനെ കട്ടാക്കാതെ ആ റൂട്ടിനോടുള്ള കണക്ഷൻ നിലനിർത്തിക്കൊണ്ട് ആ റൂട്ടിനെ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ട് ആ റൂട്ടിലേക്ക് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താവുന്നില്ല, ആ മരത്തിനൊരു പോറലും ഏൽക്കാതെ ആ മരം അങ്ങനെ തന്നെ അങ്ങോട്ട് ഒരുപാട് പക്ഷികൾക്ക് കൂട് കൂട്ടാനോ അവരുടെ വിശപ്പകറ്റാനോ നമുക്ക് തണലേകാനോ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒന്ന് വളർന്നു വരുന്ന സമയത്ത് നാമും ഇതേപോലെ ഈ മണ്ണിലേക്ക് വിത്തിനെ കുഴിച്ചിട്ടതുപോലെ തന്നെയല്ലേ ഇവിടെ ഈ മണ്ണിന്റെ അകത്ത് ഒരു ഇരുട്ടാണ്. അതേപോലെയാണ് ഞാനും നിങ്ങളും എവിടെ ഉണ്ടായത്? നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ അകത്ത് അല്ലെ? നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ അകത്ത് ഒരു ഖബറെന്ന പോലെ അവിടെ ആ ഒരു ഇരുട്ടറയിലാണ് നമ്മളും ഉണ്ടായത്. അവിടെ ഈ ഒരു വിത്തിന്റെ അകത്ത് കുഞ്ഞായിരിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല എന്തൊക്കെ കോഡിംഗ് ആണ് ക്രോഡീകരിച്ചത്, ഇത് വളർന്നു വന്നാൽ ഏത് തരത്തിലായിരിക്കണം എന്ന് എല്ലാ കോഡിങ്ങും സെറ്റാക്കിയതുപോലെ നമുക്കും ഉള്ള കോഡിങ് എല്ലാം കൂടി സെറ്റാക്കാണ് ഇവിടെ നിന്നും ആ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ അല്ലെ? നമുക്ക് പുറത്ത് വന്നതിന് ശേഷം എന്തേലും ഒരു അവയവം എക്സ്ട്രാ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എക്സ്ട്രാ വന്നിട്ടുണ്ടോ? ചിലപ്പോ പല്ല് പോയിട്ട് പുതിയ പല്ല് വന്നിട്ടുണ്ടാവും. പല്ല് നമുക്ക് എക്സ്ട്രാ വന്നതാണ്, മുമ്പ് ഉണ്ടായിട്ടില്ല, അത് ഓക്കെ. നമുക്ക് അല്ലാതെ നമുക്ക് മുടി,
നഖം, ഇതൊക്കെ നമുക്ക് കൊഴിഞ്ഞു പോകും, പുതിയത് വരും. അല്ലെ? അങ്ങനെ നമുക്ക് ഒരു അവയവവും എന്തായിട്ടില്ല, നമുക്ക് പിന്നീട് എക്സ്ട്രാ വന്നിട്ടില്ല. അല്ലെ? നമ്മുടെ കയ്യ്, കണ്ണ്, കാല്, അങ്ങനെ എല്ലാ ഓർഗൻസുകളും നമുക്ക് എല്ലാം ആ ഒരു കുഞ്ഞായിരിക്കുമ്പം തന്നെ, കുഞ്ഞില് തന്നെ അവിടെ എന്താക്കുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല ക്രോഡീകരിച്ചിരിക്കുകയാണ്. അല്ലെ? നമ്മുടെ ഇന്നർ ഓർഗൻസ് പോലും ഒരു കുട്ടി പ്രായപൂർത്തി എത്തിയാൽ ആ കുട്ടി ഒരു ഉമ്മയാവണോ, ഒരു വാപ്പയാവണോ എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ ഇന്നർ ഓർഗൻസിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല എന്നാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാം ഇവിടെ വെച്ചിട്ട്, ആ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട്, ആ ഒരു ഇരുണ്ട അറയിൽ വെച്ചിട്ട് ഇവിടെ പാകപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഒരു ഇരുണ്ട അറയിൽ നിന്നും നേരത്തെ ആ ഒരു കുഞ്ഞു സീഡ് പുറത്തേക്ക് വന്നതുപോലെ ഞാനും നിങ്ങൾ നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് വരികയാണല്ലേ? പുറത്തേക്ക് വന്ന് അവിടെ നിന്നൊക്കെ നമുക്കൊരു പ്രശ്നമില്ല. ആ ഒരു പ്രശ്നമില്ല, നമ്മൾ എന്താവുകയാണ്, അവിടെയൊക്കെ നമ്മൾ വളർന്ന് 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 വരികയാണ്. അങ്ങനെ നമ്മൾ വളർന്ന് വന്ന് നമുക്ക് നമ്മുടേതായ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ റൂട്ട് അങ്ങോട്ട് മാറ്റി. നമ്മുടെ റൂട്ടിനെ നമ്മൾ മുറിച്ച് മാറ്റി. നമ്മുടെ കണക്ഷൻ നമ്മൾ പോയി. കണക്ഷൻ വിച്ഛേദിക്കലോട് കൂടിയിട്ട് നമ്മൾ തളരാൻ തുടങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ എന്താക്കുകയാണ്? ഓടുകയാണ്, നെട്ടോട്ട് ഓടുകയാണ്. പ്രയാസാണ്, പ്രതിസന്ധിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാലും നമുക്കൊരു സമാധാനവും ഇല്ല എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ഓടുകയാണ്. എന്താണ് കാരണം? നമ്മുടെ കണക്ഷൻ പോയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ കണക്ഷൻ പോയിരിക്കുന്നുള്ളത്. അവിടെ ആ കണക്ഷനെ നമ്മൾ വീണ്ടും 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 കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ കണക്ഷനെ കണക്ട് ചെയ്യാനും അതിന്റെ എനർജിയെ നിൽക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലാവാത്തതുണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്ത് സംശയമൊന്നും ഇല്ലല്ലോ? നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പൊ എല്ലാവരും കംഫർട്ടായിട്ട് ഇരുന്നോളൂ. ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. സാവധാനം ബ്രീത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം വളരെ സാവധാനം ബ്രീത്ത് എടുത്ത് റിലാക്സ് ചെയ്തോളൂ. ഇനി നോർമൽ ശ്വാസം എടുക്കുക. നോർമൽ ബ്രീത്ത് എടുക്കുക. ശ്വാസത്തെ നമ്മൾ നിയന്ത്രിക്കാൻ നോക്കാതെ എങ്ങനെയാണോ നമ്മുടെ അകത്തേക്ക് ഓക്സിജൻ പോകുന്നുള്ളതോ, എങ്ങനെയാണോ ഉച്ഛ്വാസം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പ്രവഹിക്കുന്നുള്ളത്, അത് അതിൻ്റെതായ നോർമൽ രീതിയിലായിക്കോട്ടെ. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരം മുഴുവനിലേക്കും കൊണ്ടുവരാം. തല മുതൽ കാൽ വരെ ഓരോ ഭാഗവും പൂർണ്ണമായും അയച്ചുവിടാം. റിലാക്സ് ചെയ്യാം. നെറ്റിത്തടം, കണ്ണുകൾ, താടിയെല്ല് എന്നിവയെ ടൈറ്റ്നസ് ഒഴിവാക്കാം. റിലാക്സ് ആവാം. തോളുകൾ ഒന്നഴിച്ചുവിടാം. നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ ശ്രദ്ധിക്കുക. അവ ഒരു നദിയിലെ ഒഴുകിപ്പോകുന്ന ഇലകൾ പോലെയാണ്. ചിന്തകളെ തടയാൻ ശ്രമിക്കരുത്. ആ ചിന്തകളെ വെറുതെ അങ്ങോട്ട് നോക്കി നിൽക്കാം. അവയെ കടന്നു പോവാൻ അനുവദിക്കാം. ഇനി നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങിച്ചെല്ലാം.
ചില ചോദ്യങ്ങൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ എൻ്റെ ശരീരമാണോ? നിങ്ങൾ ശരീരത്തിലേക്കൊന്ന് നോക്കാം. ജനിച്ചത് മുതൽ ഇന്ന് വരെ ശരീരം എത്രയോ മാറി മറിഞ്ഞു. വലിപ്പം മാറി, കോശങ്ങൾ മാറി, ശരീരത്തിന് സുഖവും ദുഃഖവും രോഗവും എല്ലാം വന്നു പോകുന്നു. എന്നാൽ ഇതിനെല്ലാം സാക്ഷിയായി ഉള്ളിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന മറ്റൊന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുമൊരു ഭൗതിക ശരീരം മാത്രമാണോ, അതല്ല അതിനേക്കാൾ വലിയ എന്തോ ഒന്നാണോ എന്ന് സ്വയം ചോദിക്കാം. ഉത്തരം കിട്ടണമെന്നൊരാവശ്യമില്ല. ഞാനെന്ന് പറയണത് എൻ്റെ ചിന്തകളും വികാരങ്ങളുമാണോ? നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു ചിന്ത വരുന്നു, അടുത്ത നിമിഷം അത് പോകുന്നു. ദേഷ്യം വരുന്നു, പോകുന്നു. സന്തോഷം വരുന്നു, പോകുന്നു. മേഘങ്ങൾ വന്ന് മറയുന്ന പോലെ നിങ്ങളുടെ ചിന്തകൾ വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവയെല്ലാം നോക്കി നിന്നുകൊണ്ട് മാറ്റമില്ലാത്ത ആ ഒരു സാക്ഷിയെ നിങ്ങൾക്ക് കാണാം. ഞാൻ എൻ്റെ റോളുകളാണോ? സമൂഹത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനങ്ങൾ ആലോചിക്കുക. നിങ്ങൾ മകനോ മകളോ മരുമകളോ ഭാര്യയോ ഉമ്മയോ ആരുമായിക്കോട്ടെ, ജോലി ചെയ്യുന്ന വ്യക്തി, സുഹൃത്തുക്കള്, ഇവയെല്ലാം നിങ്ങളുടെ താൽക്കാലികമായി അണിയുന്ന വേഷങ്ങൾ മാത്രമാണ്. ഈ വേഷങ്ങൾ മാറ്റിവെച്ചാൽ ബാക്കിയാവുന്ന ശുദ്ധമായ ചൈതന്യം എന്താണ്? നിങ്ങൾക്ക് ഒരു നിശബ്ദതയിലേക്ക് പോവാം. ഇപ്പോൾ എല്ലാ ലേബലുകളും വേഷങ്ങളും ചിന്തകളും ദൂരേക്ക് മാറ്റിവെക്കാം. നിങ്ങൾ ഇപ്പോൾ വെറുമൊരു അറിവാണ്, മാറ്റമില്ലാത്ത ശാന്തമായ അതിരുകളില്ലാത്ത വെറുമൊരു സാന്നിധ്യം. ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ വെറുമൊരു സാക്ഷി മാത്രമാണ്. ഈ സത്യം ഉള്ളിൽ ഫീൽ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിലെ ഈ അനന്തമായ സമാധാനത്തിന്റെ കേന്ദ്രമാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം, നിങ്ങളുടെ ട്രൂ സെൽഫ്. ഇവിടെ ഭയമില്ല, ആശങ്കയില്ല, താരതമ്യങ്ങളില്ല. ഇവിടെ നിങ്ങൾ പൂർണ്ണനാണ്. ആ ശാന്തതയിൽ നിങ്ങൾക്ക് കുറച്ചു സമയം നിൽക്കാം. നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ റൂം അകത്തുള്ള ചെറിയ ശബ്ദങ്ങളിലേക്ക് കൊണ്ടുവരാം. ഫാൻ കറങ്ങുന്ന ശബ്ദം, അതല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോക്കിലെ ടിക് ടിക് അടിക്കുന്ന ശബ്ദം, അത്തരത്തിലുള്ള ചെറിയ ശബ്ദങ്ങളിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ഉള്ളിൽ തൊട്ടറിഞ്ഞ ശാന്തതയും സമാധാനവും ഈ ദിവസത്തിലുടനീളം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ളത് ഉറപ്പിക്കാം. കൈപ്പത്തികൾ രണ്ടും നന്നായി തിരുമ്മി ചൂടാക്കി പതുക്കെ ആ ചൂട് നിങ്ങളുടെ കണ്ണുകളിലേക്കും മുകളിലേക്കും സ്പർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെറുപുഞ്ചിരിയോട് കൂടിയിട്ട് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. അൽഹംദുലില്ലാഹ്, എത്രയും മനോഹരമായ ഒരു ദിവസം നൽകിയ റബ്ബിനെ ആത്മാർത്ഥമായി മുന്നേറിച്ചുകൊണ്ട് ഈ ഒരു ദിവസം പൂർണ്ണമായും സന്തോഷിച്ചിരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കൂടിയിട്ട് ക്ഷമ. അപ്പൊ ഓക്കെ, അൽഹംദുലില്ലാഹ്. എന്തായിരുന്നു ഫീലിങ്സ്? ചെയ്യാൻ വേണ്ടി പറ്റുമോ? ആരുമില്ലേ, ഉറങ്ങിപ്പോയോ? ഓക്കെ, ഒന്ന് അൺമ്യൂട്ടാക്കി പറയാൻ പറ്റുവാണെങ്കിൽ സന്തോഷം. ഷിക്കീല, എന്തായിരുന്നു ഫീലിംഗ്?
അൺമ്യൂട്ട് ആക്കാൻ പറ്റുമോ? ലിങ്ക് ഇപ്പൊ കട്ടാവേ, ചെറിയ സമയമുള്ളൂ. ഓക്കെ, അൽഹംദുലില്ലാ. അൺമ്യൂട്ടാക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? കുഴപ്പമില്ല. ഓക്കെ, ഇൻഷാല്ലാ. റെക്കോർഡ് കേൾക്കണവര് റെക്കോർഡ് കേട്ട് കഴിഞ്ഞാല് നമ്മുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിങ്സുകളൊക്കെ അറിയിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ അറിയിക്കുക. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.